ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പാലക്കാടിൻ്റെ സ്വന്തം സ്റ്റൂ ആണ്. സ്റ്റൂ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റൂ ആണ്. സ്റ്റൂ എന്ന് പറയും. പാലക്കാട് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു സ്റ്റൂ ഉണ്ടെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ മസ്റ്റാണ്. ഇഡ്ഡലി പോകുന്ന വഴി നമുക്കറിയില്ല, കാരണം എത്ര ഇഡ്ഡലി കഴിച്ചു എന്നുള്ളത് നമുക്ക് അളവറിയില്ല. അത്ര സൂപ്പർ ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തേങ്ങാപ്പാൽ വേണം, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും മതി. കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ മെയിൻ ഫ്ലേവർ തരുന്നത് ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റൂ ഉണ്ടാക്കേണ്ടത് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു സ്റ്റൂ എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ, വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ എടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പാനിൽ ഏകദേശം ഒരു 2 കപ്പോളം 3-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് എല്ലാ വെജിറ്റബിൾസും, നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞു വെച്ച, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് വെച്ച സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലുതല്ല, ചെറുതാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒരു 2-3 വേണ്ടി വരും. ഒരു 2 മീഡിയം സൈസ് മതിയാവും. പിന്നെ ഈ സ്റ്റൂ എനിക്ക് കുറച്ച് എരിവുള്ളതാണ് എനിക്കിഷ്ടം, കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് സ്പൈസിയാണ്. അപ്പം എനിക്കങ്ങനെയാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ വെറും തേങ്ങാപ്പാലല്ലേ നമുക്ക് ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറുതാണ്. അപ്പോൾ ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ കുഞ്ഞായിട്ട് പൊടിയായിട്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ വരും ഇഞ്ചി അരിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ച തേങ്ങാപ്പാലിലോട്ട്, സോസ് പാനിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടില്ലേ, അതിലോട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്ന് 3-ാം പാൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരും. പാലൊക്കെ ഒന്ന് വലിച്ചെടുത്ത് നല്ല കുട്ടപ്പനായിട്ട് ഉയർത്ത് നല്ല ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിലോട്ട്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെയാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ സാധനങ്ങൾ. അതൊന്നും മിസ് ചെയ്യരുത്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ ഇഡ്ഡലി, ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലിയുടെ എണ്ണം പോകുന്നത് അറിയില്ല. അപ്പം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിപ്പോണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ആ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ആദ്യം ഒന്ന് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു 10-12 കറിവേപ്പില കിരിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഒരു സ്റ്റൂവിൽ. ഇതാണ് അതിൻ്റെ ഫ്ലേവർ തരുന്നത്. നമ്മൾ ഓലനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, പക്ഷെ കുറച്ചുകൂടെ ഡിഫറെൻ്റാണ്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഉപ്പൊന്ന് തിളച്ച ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മുടെ സ്റ്റൂ നല്ല തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നല്ല ട്രാൻസ്പെറൻറ്റ്, ഈ സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട്, പച്ചമുളകും ഒക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വരും. അതുവരെ നമുക്കൊന്ന് അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്കാണ്, ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് എങ്ങാനും 3-ാം പാലാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്ങാനും പിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് 2-ാം പാൽ 1-ാം പാലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇതൊന്ന് വെന്ത്, ഞാൻ പറഞ്ഞില്ലേ, സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി നല്ല സോഫ്റ്റായിട്ട്, കുറച്ച് വെള്ളം ഈ തേങ്ങാപ്പാലൊന്ന് വറ്റിയും വരണം. എന്നാലേ നമുക്ക് 2-ാം പാലും 3-ാം പാലും ഒക്കെ ഒഴിക്കാനുള്ള സ്ഥലവും കിട്ടുള്ളൂ. അപ്പം എല്ലാം ആയ ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഒരു 5-6 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിന് ശേഷം കാണാം കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പം ഇനി ഞാൻ 2 രീതി പറഞ്ഞുതരാം ഇത് വേവിക്കേണ്ട രീതി. എൻ്റെ അമ്മ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് തൊലിയെല്ലാം എടുത്ത് കളഞ്ഞ് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലതെല്ലാം ചെറിയ പീസസ് ആയിരിക്കും, ചിലതെല്ലാം വലിയ പീസസ് ആയിരിക്കും. അങ്ങനെയാണ് എന്നിട്ടാണ് അമ്മ ഇത് ഇങ്ങനെയാണ് പിന്നെ ബാക്കിയെല്ലാം ഒരേപോലെ എന്നിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം കൂടെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് അത് 3-ാം പാലിൽ വേവിച്ചെടുത്തു. അപ്പം ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഈ ഒരു പൊട്ടറ്റോ മാഷർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചില കഷ്ണങ്ങളൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതാവും, ചില കഷ്ണങ്ങളൊന്ന് ഉടഞ്ഞ പോലെ ആവുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അമ്മ ഓൾറെഡി വേവിച്ച ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ച ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ അടുത്ത കാലത്തൊന്നും പാലക്കാടൊന്നും പോകാൻ പറ്റില്ല ഈ കൊറോണ കഴിയാതെ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും ക്ഷമയില്ല. അപ്പം ഞാൻ തന്നെ ചെയ്തു ലാസ്റ്റ്. അപ്പം ഞാൻ പറയുന്നത് അപ്പോൾ തേങ്ങാപ്പാലിൽ തന്നെ ചെയ്യുകയാണ് നല്ലത്. തേങ്ങാപ്പാലിൽ ഒട്ടും പിശുക്കരുത്. പിശുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പോരാതെ വരും, അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ ഇതിൽ ഇഞ്ചി മസ്റ്റാണ്, കാരണം തേങ്ങാപ്പാൽ അപ്പോൾ ഇഞ്ചി ചേർക്കുന്ന സമയത്ത് ദഹനത്തിന് വളരെ നല്ലതാണ്. കാരണം ചിലവർക്ക് തേങ്ങാപ്പാൽ ചേരില്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം കറി നല്ലോണം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, പടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, വലിയൊരു കപ്പ്, ഏകദേശം ഇതും ഒരു 1-1.5 കപ്പോളം വരും. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശരിക്കുള്ള തേങ്ങാപ്പാലിൽ ചെയ്യുകയാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് കുക്ക് ചെയ്യാൻ അമ്മ 2 മേമ്മമാരും എക്സ്പേർട്ടാണ്. അപ്പോൾ അവർ 3 പേരും ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്കിൽ ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് മേമ പറഞ്ഞത്, ഒരു മേമ ഇത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ മേമ പറഞ്ഞത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്കിലും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല, അതേ ടേസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഓക്കെ, മേമി നല്ലൊരു കുക്കാണ്, 2 മേമമാരും നല്ല കുക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും നോക്കാം കേട്ടോ, ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ അമ്മ എപ്പോഴും തേങ്ങാപ്പാൽ ഫ്രഷ് തേങ്ങാപ്പാലിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടെ കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റവിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, നല്ല ഫ്ലേവർ വരുള്ളൂ. കണ്ടോ, സവാളയൊക്കെ നല്ല ട്രാൻസ്പാരൻ്റായി, പച്ചമുളകും ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി 2-ാം പാൽ പാതി ഒന്ന് വറ്റി കുറുകട്ടെ. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഞാനിവിടെ ഏകദേശം 1-1.5 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലി വെച്ചതാണ്, കുക്കറിൽ നിന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് വറ്റി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതിനുശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാ 2-ാം പാൽ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ നന്നായി വറ്റി ഏകദേശം പാതിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ആ മാഷ് ചെയ്തുകൊണ്ട് ചിലതെല്ലാം വലിയ പീസസും ചിലതെല്ലാം ഉടഞ്ഞും പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ ഇനി ഉപ്പെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളയ്ക്കാൻ വെക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ അറിയാലോ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1-1.5-2 കപ്പോളം വരും കേട്ടോ. അളന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 കപ്പോളം വരുന്നുണ്ടാവും. അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒന്ന് ചൂടായാൽ മാത്രം മതി. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ.
ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നല്ല വെള്ളത്തിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, കാരണം കറി തിളയ്ക്കുന്നില്ല, അതുകൊണ്ട്. ഇനി ഞാൻ ആ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പം ഈ ബാക്കി ചൂടിലായിക്കോളും. സോ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് നിറയെ തന്നെ കറിവേപ്പില, ഒരു 15-20ഓളം കറിവേപ്പില എടുത്തോളൂ. നല്ലോണം ഇട്ടോണം, നല്ല ഫ്ലേവർ തരാൻ വേണ്ടിയിട്ട്. ഒന്ന് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അതിലോട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. അതേമാതിരി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ വരുന്ന മാതിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നല്ല ഫ്ലേവർ വരും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ, മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഫ്ലേവർ കഴിക്കുന്ന സമയത്ത് മാത്രമേ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഫ്ലേവർ പോകും. അപ്പോൾ വേഗം തന്നെ അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയായി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.